വെൽക്കം ടു എക്കണോമെട്രിക്സ് ലെക്ചർ സീരീസ്. നമ്മൾ എക്കണോമെട്രിക്സിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. പ്രീവിയസ് രണ്ട് ക്ലാസ്സിൽ നമ്മൾ എന്താണ് എക്കണോമെട്രിക്സ് എന്നും എക്കണോമെട്രിക്സിന്റെ മെത്തഡോളജിയെ പറ്റിയും ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ ആദ്യം പോയി കാണുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് എക്കണോമെട്രിക്സ് എന്ന് പറയുന്ന ഏരിയയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ടൈപ്സ് ഓഫ് എക്കണോമെട്രിക്സ്. സോ എക്കണോമെട്രിക്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു തിയററ്റിക്കൽ ആൻഡ് അപ്ലൈഡ്. എക്കണോമെട്രിക്സിനെ പ്രധാനമായിട്ടും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. തിയററ്റിക്കൽ എക്കണോമെട്രിക്സ് എന്നും അപ്ലൈഡ് എക്കണോമെട്രിക്സ് എന്നും തിരിക്കാം. അപ്പൊ തിയററ്റിക്കൽ എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത് ഒരു എക്കണോമെട്രിക് മോഡൽ ചെയ്യാനായിട്ടുള്ള ആ ഒരു മെത്തേഡ്സ് ഡെവലപ്പ് ചെയ്യുന്ന അതാണ് ഏറ്റവും കൂടുതൽ അതിന്റെ കൺസേൺ ആയിട്ട് വരുന്നത്. ഒരു മെത്തേഡ്സ്, ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ എസ്റ്റിമേഷൻ ടെക്നിക്സ് ആയിട്ടുള്ള ജനറലൈസ്ഡ് മെത്തേഡ് ഓഫ് മൊമെന്റ്സ്, അല്ലെ മാക്സിമം ലൈക്ലിഹുഡ് മെത്തേഡ്, മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്സ്. അപ്പൊ അത്തരത്തിലുള്ള നമ്മുടെ ഒരു എസ്റ്റിമേഷൻ മെത്തേഡ്സിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. കുറച്ചുകൂടെ മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അവിടെ കുറച്ചുകൂടെ ഡീൽ ചെയ്യുന്നത്. എന്നാൽ അപ്ലൈഡ് എക്കണോമെട്രിക്സിൽ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്ലൈഡ് എക്കണോമെട്രിക്സിൽ ഇതുപയോഗിച്ച് എങ്ങനെ ഒരു റിയൽ ലൈഫ് ഡാറ്റ അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യുന്നു, ഈ ടൂൾസ് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നാണ് അപ്ലൈഡ് എക്കണോമെട്രിക്സിൽ അതിൽ നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഫോർകാസ്റ്റിംഗ് GDP യൂസിങ് എക്കണോമെട്രിക് മോഡൽ. ഒരു എക്കണോമെട്രിക് മോഡൽ ഉപയോഗിച്ച് GDPയുടെ ഫോർകാസ്റ്റിംഗ്, GDPയുടെ വാല്യൂ, ഫ്യൂച്ചർ വാല്യൂ എങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് അപ്ലൈഡ് എക്കണോമെട്രിക്സിന്റെ ഒരു കീ ഫോക്കസ് ആയിട്ടൊക്കെ വരുന്നത്. അപ്പം നമ്മുടെ തിയറിറ്റിക്കൽ എക്കണോമെട്രിക്സിന്റെ മെത്തഡോളജിയിൽ നമ്മുടെ മാത്തമാറ്റിക്കൽ ആസ്പെക്ട്, ഒരു മോഡൽ ഡെവലപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇത് എസ്റ്റിമേറ്റ് ചെയ്യുന്നു, ആ ഒരു ആസ്പെക്ട് ഒക്കെ വരുമ്പോൾ അപ്ലൈഡ് എക്കണോമെട്രിക്സിൽ ഇത് ഒരു റിയൽ ലൈഫിലേക്ക് അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് സിനേറിയോയിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നാണ് അപ്ലൈഡ് എക്കണോമെട്രിക്സിൽ ചർച്ച ചെയ്യുന്നത്. സോ ഐ തിങ്ക് നിങ്ങൾക്ക് തിയറിറ്റിക്കൽ ആൻഡ് അപ്ലൈഡ് എക്കണോമെട്രിക്സിന്റെ ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.